ജ്ഞാനം ലഭിക്കാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വചനത്തിൽ വചനം പറയുന്ന എന്താ വചനം പഠിപ്പിക്കുന്നത്? നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, സർവജ്ഞാനവും കർത്താവിൽ നിന്നാണ് വരുന്നത്. കർത്താവിനോട് ചോദിക്കണം. എന്തിനു വേണ്ടി കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കാൻ ഈ പരിശുദ്ധ ജ്ഞാനം വേണം. പിശാചിൻ്റെ വഞ്ചനകളിൽ നിന്ന്, അവനൊരുക്കുന്ന കെണികളിൽ നിന്ന്, ചതികളിൽ നിന്ന് നിന്റെ ജീവിതം, നിന്റെ കുടുംബം, കുഞ്ഞുങ്ങൾ, തലമുറ, നമ്മുടെ സമൂഹം, നമ്മുടെ സഭ കർത്താവിനാൽ സംരക്ഷിക്കപ്പെടാൻ ഈ പരിശുദ്ധ ജ്ഞാനം നമുക്ക് വേണം. ആ ജ്ഞാനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ പരിശുദ്ധ ജ്ഞാനത്തിന് മുദ്ര തരണം. നിലവിളിക്കണം, അതിനു വേണ്ടി ത്യാഗമെടുക്കണം. എല്ലാ ദാനങ്ങളും കർത്താവിൽ നിന്ന് വരും. നീ നമുക്കറിയാം, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നുറുങ്ങിയ ഹൃദയങ്ങളെ കർത്താവ് നിരസിക്കില്ല. നമ്മൾ നിലവിളിക്കേണ്ടത് ഈ ആത്മീയ കൃപാവരങ്ങൾ, ദാനങ്ങൾക്ക് വേണ്ടിയ സഹോദരങ്ങൾ.